ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ബുഹാറയിലെ തന്നെ ഏറ്റവും പുണ്യമായൊരു യാത്രയിലേക്കാണ്. എനിക്ക് തോന്നുന്നു കുറച്ച് പേർക്കെങ്കിലും അറിയാവുന്നത് യത്തിപ്പർ സിയാറത്ത് നിന്ന് കുറച്ച് പേരെങ്കിലും കേട്ടിട്ടുണ്ടാവില്ലേ. അപ്പോൾ ആ ഒരു യാത്രയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. യത്തിപ്പർ സിയാറത്ത് എന്ന് പറയുന്നത് ഉസ്ബെക്കിസ്ഥാനിലെ ഏറ്റവും പുണ്യമായിട്ടുള്ള ആളുകളെ അടക്കം ചെയ്തിരിക്കുന്ന സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ നമ്മുടെ മനസ്സിനും ശരീരത്തിനൊക്കെ ശാന്തി ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സിയാറത്ത് നടത്തുന്നത് പോലെ ഇവിടേക്ക് കുറേ ആളുകൾ വരാറുണ്ട്. അപ്പോൾ ആ ഒരു യാത്രയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. എനിക്കിതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല. പക്ഷെ എന്നാലും എനിക്ക് അറിയുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. സോ എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണണം. അതേപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. The seven Pirs are seven Sufi saints who lived in and around Bukhara between the 12th and 14th centuries. The Ziyarat involves visiting the Maqbara of each saint, praying and reflecting. ഹോജ അബ്ദുൽ ഖാലിഖ് ഗിജ്ദ്വാനി, ഹീസ് ദ ഫസ്റ്റ് പിർ. ഇദ്ദേഹമാണ് നക്ഷബന്ദ് സ്പിരിച്വൽ പാത്വേന്റെ അടിത്തറ സ്ഥാപിച്ചത്. ദൈവത്തെ ശബ്ദമില്ലാതെ ഹൃദയത്തിനുള്ളിൽ സ്മരിക്കുന്ന സൈലന്റ് സിക്കർ എന്ന ആശയം ഇദ്ദേഹം പഠിപ്പിച്ചു. ഹോജ മുഹമ്മദ് ആരിഫ് റേവ് ഗാരി, ഹീസ് ദ സെക്കൻഡ് പിർ. ജീവിതത്തിൽ ക്ഷമയും ബുദ്ധിയും വളരെ പ്രാധാന്യമാണെന്നാണ് അദ്ദേഹം പഠിപ്പിച്ചത്. ലളിതമായ ജീവിതമാണ് യഥാർത്ഥ സമാധാനം നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഹോജ മുഹമ്മദ് അൻജിർ ഫഗ്നവി, ഹീസ് ദ തേർഡ് പിർ. ഇദ്ദേഹത്തിന്റെ ആശയം മനസ്സ് ശുദ്ധമായിരിക്കണം, അതുപോലെ തന്നെ സ്വയം നിയന്ത്രിച്ച് ശാന്തമായി ജീവിക്കുമ്പോഴാണ് യഥാർത്ഥ സമാധാനം ലഭിക്കുന്നത് എന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. ഹോജ അലി റോമിത്താനി, ദ ഫോർത്ത് പിർ. എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുക. ആത്മീയ അറിവ് നമ്മെ മറ്റുള്ളവരെക്കാൾ വലിയവനാക്കാനല്ല, മറിച്ച് നല്ല മനുഷ്യനാക്കാനാണ് എന്നതാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. മുഹമ്മദ് ബോബോ സംസോയ്, ദ ഫിഫ്ത്ത് പിർ. അദ്ദേഹം വിശ്വസിച്ചിരുന്നത് സ്വന്തം മനസ്സിനെ നിയന്ത്രിച്ച് നല്ല രീതിയിൽ ചിന്തിക്കുന്നതിലൂടെ മനസ്സിന് സമാധാനം ലഭിക്കുമെന്നതാണ്. ഹോജ സെയ്ദ് അമീർ കുലോൻ, ദ സിക്സ്ത് പിർ. He is one of the most respected spiritual masters and was the teacher of Bahuddin Naqshband. Bahuddin Naqshband, the final and most famous pir. He founded the Naqshband Sufi order which spread across many countries. അങ്ങനെ ഇന്നത്തെ യാത്രയിലെ ഏഴാമത്തെ സ്ഥലത്ത് ഞാൻ വന്നെത്തിയിരിക്കുകയാണ് കേട്ടോ. സോ ഞാനിപ്പോൾ നിൽക്കുന്നതാണ് ഇവിടുത്തെ ഏഴാമത്തെ സ്ഥലം. അപ്പം ഞാനിവിടെ വന്നപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്. അപ്പം ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത് കണ്ടോ, ഇത് 140 വർഷമായിട്ടുള്ള ഒരു മൾബറി ട്രീ ആണ്. കണ്ടോ, ഇതിപ്പോൾ എന്താ പറയുക, വിൻ്ററിൻ്റെ സ്റ്റാർട്ടിങ് ആയതുകൊണ്ടാണ് ഇതിൽ ഇലയൊന്നും ഇല്ലാത്തത്. അല്ലെങ്കിൽ ഇവിടെ അടിപൊളിയായിട്ട് നല്ല കിളിച്ചൊക്കെ നിന്നേനെ. പക്ഷേ ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ടാണ് ഇവിടെ ഇലയൊന്നും ഇല്ലാത്തത് കേട്ടോ. ഇതൊരു മൾബറി ട്രീ ആണ്. ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഇത് 140 വർഷമാണ് ഇതിൻ്റെ ആയുസ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഇവിടുത്തെ ഹിസ്റ്ററിനെ കുറിച്ച് വലിയ അറിവൊന്നും ഇല്ലായിരുന്നില്ല. പക്ഷെ എനിക്ക് അറിയണതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഉസ്ബെക്കിസ്ഥാനിൽ വരുന്ന ആൾക്കാരാണ്, പിന്നെ അതേപോലെ ഉസ്ബെക്കിസ്ഥാനിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു കാര്യം ഒരിക്കലും മിസ് ചെയ്യരുത്. അത് നിങ്ങൾക്ക് വലിയൊരു നഷ്ടമായിപ്പോകും. കാരണം ഞാനിപ്പോൾ 6th ഇയർ ആയപ്പോഴാണ് ഞാൻ ഇതൊക്കെ ഇപ്പോഴാണ് കണ്ടു തുടങ്ങിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ മുൻപ് ഇവിടെ വന്നില്ലാലോ എന്നുള്ളൊരു റിഗ്രറ്റ് എനിക്കിപ്പോൾ ഉണ്ട്. പക്ഷെ ഞാനിപ്പോൾ വന്നപ്പോൾ ഞാൻ ഓക്കെ ആയി. ഞാൻ നല്ല പീസായി, എൻ്റെ മൈൻഡൊക്കെ ഞാൻ നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇവിടെ വരുമ്പോൾ മിസ് ചെയ്യരുത്. ഉസ്ബെക്കിസ്ഥാനിലേക്ക് വരുന്ന മിക്ക ആളുകളും ഇവിടെ ഒന്നും അധികം വരലില്ല. അപ്പോൾ നിങ്ങൾ പുതിയതായിട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ ഒരിക്കലും ഈ സ്ഥലം മിസ് ചെയ്യരുത്. എന്തായാലും ഇവിടെ വരണം. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് സിയാറത്തിനെ കുറിച്ച് എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടേക്ക് വരണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോൻ്റെ താഴെ ഒരു നമ്പർ കൊടുക്കാം. അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ സിയാറത്തിലേക്ക് സിമ്പിളായിട്ട് വരാനും പിന്നെ ഇവിടുത്തെ കൂടുതൽ ഹിസ്റ്ററി നിങ്ങൾക്ക് അറിയാനൊക്കെ പറ്റും. സോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മാത്രം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഉസ്ബെക്കിസ്ഥാനിനെ കുറിച്ചുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.